ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. അഷ്ടമസർഗം പഞ്ചമഹായജ്ഞം. ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തിൽ വിവാഹം എങ്ങനെ നടത്തണം എന്നതിൽ ചില മാനദണ്ഡങ്ങൾ ഗുരു മുന്നോട്ട് വച്ചിരുന്നു. അതിൽ വിവാഹത്തിന് മുമ്പ് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേരും, സ്ത്രീയും പുരുഷനും, നല്ലൊരു ഭിക്ഷുഗ്വരനെ കൊണ്ട് അവരുടെ ആരോഗ്യം പരിശോധിപ്പിക്കേണ്ടതാണ്. അത്തരം രണ്ടു പേരും ആരോഗ്യം പരിശോധിപ്പിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈമാറുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൽ സാംക്രമികമായ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിക്കും. അത്തരം സാംക്രമിക രോഗങ്ങളും ഏറെ ക്ലേശമുണ്ടാക്കുന്ന മറ്റു രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തി വിവാഹിതനായിരിക്കുന്നതിനേക്കാളും നല്ലത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണെന്നാണ് ഗുരു പറയുന്നത്. അത് സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ ജീവിതം വേറൊരാൾക്ക് ക്ലേശമുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ക്ലേശിപ്പിക്കാൻ പാടില്ല. എല്ലാവർക്കും വിവാഹം എന്ന് പറയുന്നത് ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ്. ആ സ്വപ്ന സാഫല്യത്തിലൂടെ അവർ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് അവർ പോകും. രണ്ട് ദമ്പതിമാരാകാൻ ആഗ്രഹിക്കുന്നവർ നല്ലവണ്ണം അവരുടെ ആരോഗ്യത്തെ ഒന്ന് സർട്ടിഫൈ ചെയ്യിപ്പിക്കണം നല്ല ഡോക്ടറെ കൊണ്ട് എന്ന് പറഞ്ഞു. ഇത് വളരെ സയൻറ്റിഫിക്കായ ഒരു യുഗത്തിലേക്ക് ഗുരുവിൻ്റെ ചിന്ത കടന്നു ചെന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പണ്ടത്തെ പോലെ ജാതകത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുള്ളതല്ല. ഗുരു ഈ അവസരത്തിൽ ജാതകത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. 228 ശ്ലോകം വരെയാണ് എടുത്തത്. 229. ആരോഗ്യണാമപത്യാനാം ലാഭായൈനം പ്രശസ്യത്തെ ശ്വശുരൗ നവദമ്പത്യോ ഗൃഹധർമ്മോപദേശകൗ. ആരോഗ്യണാം അപത്യാനാം, ആരോഗ്യങ്ങളായ രോഗമില്ലാത്ത, അപത്യാനാം, അപത്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മക്കളുടെ, ലാഭായ നേട്ടത്തിനായിട്ട് പ്രാപ്തിക്കായിട്ട്, ഏനം ഇതിനെ പ്രശസ്യതേ പ്രശംസിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള അച്ഛനും അമ്മയും ആയിരിക്കണം. മാനസിക ആരോഗ്യം എന്നത് നിരവധിയാണ്. മാനസിക ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ജീവിതത്തെ ആകവേ ബാധിക്കും. ഒരമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ അമ്മയിൽ മാതൃത്വം വേണ്ടവണ്ണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടത്ര വൈകാരിക സ്നേഹം ലഭിക്കാതെ പോകും. അമ്മയുടെ സ്പർശം, സാന്ത്വനം, ഇതൊക്കെ കുഞ്ഞിന് ആവശ്യമാണ്. അമ്മ രോഗിയാണെങ്കിലോ മാനസികമായി ചില കുഞ്ഞുങ്ങളെ വളർത്താൻ ചില അമ്മമാർക്ക് വൈമുഖ്യമുണ്ട്. അത് അവരുടെ മനോനിലയിലെ തകരാറ് കൊണ്ടാണ്. അത്തരം മനോഘടനയിൽ തകരാറുകളുള്ള അമ്മമാർ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഭാവിയുടെ ദുരന്തങ്ങളായിട്ട് മാറും. ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് അമ്മയുടെ അധീനതയിൽ വളരെ കാലം വളരണം.
അമ്മയാണ് ആ കുഞ്ഞിൻ്റെ മുഴുവൻ പ്രപഞ്ചവും ലോകവും. ചില അമ്മമാർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചാലും അവർ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വൈമുഖ്യം കാണിക്കും. അത്തരം അമ്മമാരും മാനസിക ആരോഗ്യം കുറഞ്ഞവരാണ്. അവർ അവരുടെ സ്വാർത്ഥതയിലാണ് കൂടുതലും ഊന്നൽ കൊടുക്കുന്നത്, നിസ്വാർത്ഥരല്ല. അമ്മ കുഞ്ഞിന് വേണ്ടി തന്നെ കൊടുക്കണം. കുഞ്ഞിനെ വളർത്താനായിട്ട് അമ്മ തന്നെ കൊടുക്കുന്നിടത്താണ് ആ അമ്മ മാതൃത്വത്തിൻ്റെ ഒരു ഉത്തമ നിദർശനമായിട്ട് മാറുന്നത്. സസ്നേഹമനുവർത്തേരൻ ഗുരവോ നവദമ്പതി സ്വാതന്ത്ര്യമബാധ്യൈവ രുന്ധന്ത്വനയമേതയോഃ അന്യോന്യക്ലേശകാരുണ്യോ സ്നുഷാശ്വശ്രോർനികേതനം അനേകവിഭവോപേതം അഭിദേവ പരിത്യജേ. ഗുരവഹ, ഗുരുജനങ്ങൾ. ഇവിടെ ഗുരുജനങ്ങൾ എന്ന് പറയുന്നത് ഗുരുസ്ഥാനീയർ എന്ന അർത്ഥത്തിലെടുക്കണം. മകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഗുരുസ്ഥാനീയരാണ്. നീ മകനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ അച്ഛനും അമ്മയും ഗുരുസ്ഥാനീയരാണ്. അവര് നവദമ്പതികളോട് സസ്നേഹം അനുവർത്തേരൻ, സ്നേഹത്തോടെ പെരുമാറണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ അമ്മായിയമ്മ ഈ മകളോട് മുഖം കറുപ്പിച്ച് പെരുമാറരുത്, സ്നേഹത്തോടെ പെരുമാറണം എന്നാണ് ഗുരു പറയുന്നത്. അതുപോലെ തന്നെ മകളുടെ അച്ഛനും ഈ കുഞ്ഞിനെ മകളെ പോലെ കാണണം. ഒരിക്കലും നമ്മളുടെ പെരുമാറ്റത്തിൽ ഒരു അന്യത്വം ഉണ്ടാകാൻ പാടില്ല. അന്യത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുടുംബ ബന്ധത്തിൽ ശൈഥില്യം ഉണ്ടാകും. ഏതയോ അനയം, ഇവരുടെ ശരിയല്ലാത്ത സ്വാതന്ത്ര്യത്തെ, ഏതയോ അനയം സ്വാതന്ത്ര്യം, ശരിയല്ലാത്ത സ്വാതന്ത്ര്യം, ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്ന ധർമ്മവിരുദ്ധമായ സ്വാതന്ത്ര്യം രുന്ധന്തു, തടയണം. അതാണ് രണ്ടു പേർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മകളുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ പോലെ ഇവരെ കരുതിയിട്ട് അവരുടെ ദുസ്വാതന്ത്ര്യങ്ങളെ തടയാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് അവർക്ക്. കാരണം അവർ ഗുരുജനങ്ങളാണ്, ഗുരുസ്ഥാനീയരാണ് അവർ. അപ്പോൾ ഗുരുസ്ഥാനീയരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ മകൻ്റെയും മകൻ്റെ ഭാര്യയെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്യോന്യ ക്ലേശകാരുണ്യോ, പരസ്പരം ക്ലേശങ്ങൾ ഉണ്ടാക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഒരിക്കലും പാടില്ലാത്തതാണ് അവർ. അന്യോന്യ ക്ലേശകാരുണ്യോ സ്നുഷാ ശ്വശ്രൗ നികേതനം, അതായത് ഭർത്താവിൻ്റെ പിതാവും മാതാവും ആണ് ഇവിടെ ശ്വശ്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വീട്ടിലെത്തപ്പെട്ടിട്ടുള്ള ഈ പെൺകുട്ടി അവിടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ചേരാൻ കഴിയാതെ പരസ്പരം ക്ലേശിപ്പിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇന്ന് മിക്കവാറും പ്രശ്നങ്ങൾ ഭർത്തൃ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മായിയമ്മയും, അപ്പോൾ അമ്മായിയപ്പൻ അമ്മായിയമ്മയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ചില സമയം സപ്പോർട്ട് ചെയ്യുകയുമില്ല. അങ്ങനെ അവിടെ ഒരു കോൾഡ് വാർ ഉണ്ടാകുന്നു. പരസ്പരം ചിലപ്പോൾ ശക്തമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കും, ചിലപ്പോൾ മൗനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും. എന്തായാലും അന്യോന്യം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായി വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അനേക വിഭവോപേതം, ഐശ്വര്യസമൃദ്ധമാണെങ്കിലും അനേക വിഭവോപേതം അഭി,
ഈ അമ്മായി അപ്പൻ്റെയും അമ്മായി അമ്മയുടെയും വീട്ടിൽ ഒരുപാട് സമ്പത്തുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട് എന്ന് വരികയാണെങ്കിലും അവിടെ ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പരിത്യജേത്, ഉപേക്ഷിക്കേണ്ടതാണ്, വീട് മാറി താമസിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഉപദ്രവകരമായിട്ട് ഒരിടത്ത് കൂടാൻ നന്നാകുന്നില്ലെങ്കിൽ അതങ്ങ് വിട്ടേച്ച് വേറെ താമസിച്ച് പോകണം. വേറെ താമസിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടുമെങ്കിൽ അത് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടുവരുന്നത് ഇത് തന്നെയാണ്. പരിഹരിക്കാൻ ശ്രമിക്കണം, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരന്തരം വീണ്ടും വീണ്ടും പീഡനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ആണെങ്കിൽ ഭർത്താവ് ഭാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം, അതാണ് ഉത്തമം എന്ന് ഗുരു പറയുന്നു. അന്യോന്യ ക്ലേശകാരുണ്യോഹോ സ്നുഷാ ശുശ്രോർ നികേതനം അനേക വിഭവോപേദം അപി ദേവ പരിത്യജേത്. ദേവ എന്നത് ഭർത്താവ്, ഗൃഹനാഥൻ. ഈ ഗൃഹനാഥൻ ഭാര്യയുമായിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കുന്നതാണ് ഉത്തമം. സുഖസൗകര്യങ്ങളുള്ള വീടുകളൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്നൊക്കെ എല്ലാവരും ആലോചിക്കും. ഈ വീട്ടിലാണെങ്കിൽ കാറുണ്ട്, ഫ്രിഡ്ജുണ്ട്, അരയ്ക്കാൻ മെഷീനുണ്ട്, വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനുണ്ട്. പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴോ കല്ലിട്ട് അലക്കേണ്ട വരും. വാഷിംഗ് മെഷീനില്ല, അരയ്ക്കാൻ ഗ്രൈൻഡറില്ല, ഫ്രിഡ്ജില്ല. സാമ്പത്തികമായിട്ട് വളരെ ക്ലേശം അവർക്ക് അനുഭവിക്കേണ്ടി വന്നാലും മനസ്സിൻ്റെ ക്ലേശം കുറയ്ക്കാം. ഭാര്യാമുദ്വേജയൻ ഭർത്താ ക്രീഡവൃത്യോ ഭയപ്രഭുഃ അനുരാഗസ്തത്ര തസ്യാ സ്ഥിരതാം ഉപയാതി ചേത് സാശ്ചര്യം താദൃശീം ശാന്താം ആരാധയതി ദേവതാ നൃശംസം നിർദയം തം തോ ദ്വേഷ്ടിച്ചാന്ദേ ശപത്യപി. ഭർത്ത, പ്രഭുർഭർത്ത, പ്രഭുവായ ഭർത്താവ്, അങ്ങനെ എടുക്കണം. പ്രഭുർഭർത്ത, പ്രഭുവായ ഭർത്ത. ക്രീതഭൃത്യ, ക്രീതഭൃത്യനായി കൂലിവേലക്കാരെ പോലെ. അഭയ, ഒന്നിനെയും ഭയക്കാതെ. ഭാര്യം ഉദ്വേജയൻ, ഭാര്യയെ ഉദ്വേജനം ചെയ്യുന്നവനാണെങ്കിൽ, പീഡിപ്പിക്കുന്നവനാണെങ്കിൽ, ദ്രോഹിക്കുന്നവനാണെങ്കിൽ. ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്യും, അവരുടെ മുകളിൽ അധീശത്വം കാണിക്കും, അവരെ അടിക്കും, ഇടിക്കും, മർദ്ദിക്കും, പേടിപ്പെടുത്തും, ഭയപ്പെടുത്തും. അങ്ങനെയാണ് ചില ഭർത്താക്കന്മാർ. എന്നാലും ചിലപ്പോൾ അതൊക്കെ ഉണ്ടായാലും തത്ര അവനിൽ തസ്യ അവളുടെ അനുരാഗ സ്നേഹം സ്ഥിരതാം സ്ഥിരതയെ ചേതുപയാതി പ്രാപിക്കുന്നുവെങ്കിൽ ഭർത്താവ് ചില സമയത്ത് എന്തൊക്കെ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവളുടെ സ്നേഹത്തെ, അനുരാഗത്തെ അവനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ആശ്ചര്യമാം വണ്ണം ദേവത, പ്രപഞ്ചത്തിലെ ശക്തികൾ താദൃശീം ശാന്താം, അപ്രകാരം ശാന്തയായവളെ ആരാധയതി, അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നം മതി ഡിവോഴ്സിലെത്താനായിട്ട്. വളരെ ചെറിയൊരു പ്രശ്നം മതി ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാനും. ഇവിടെ ഗുരു പറയുന്നു, ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിലപ്പോൾ ഭർത്താവിൻ്റെ പക്ഷത്ത് നിന്ന് വരുന്ന ചില ആഘാതങ്ങളും വാക്കുകളും ഒക്കെ പീഡനാത്മകമാണെങ്കിലും തൻ്റെ ഭർത്താവിന് താൻ കൊടുക്കുന്ന സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൾ ത്യാഗമനസ്സോടുകൂടി ഇരിക്കുകയാണെങ്കിൽ
എല്ലാ അനുഗ്രഹങ്ങളും പ്രപഞ്ചം മുഴുവനും അവളുടെ പക്ഷത്ത് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അവൾക്ക് വേണ്ടി നിലകൊള്ളും. അതാണ് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ത്യാഗം ആരുടെ വശത്തുണ്ടോ അവരുടെ വശത്തേക്ക് ലോകത്തിലുള്ള എല്ലാ ദിവ്യ ചൈതന്യവും ഇറങ്ങി വരും. ത്യാഗം ഉള്ളവരുടെ അടുത്തേക്ക്. നൃശംസം ദുഷ്ടനും നിർദ്ദയനുമായ തന്തു ഭർത്താവിനെയാകട്ടെ ദ്വേഷ്ടി ഈ ദേവതാശക്തികൾ, പ്രാപഞ്ചിക ശക്തികൾ ദ്വേഷത്തോടെ അന്തേ അഭി അവസാനം ശപതിജ ശപിക്കുകയും ചെയ്യുന്നു. അപ്പൊ ത്യാഗമൂർത്തിയായ ഒരു ഭാര്യയുടെ ഹൃദയം കാണാതെ നിർദ്ദയമായിട്ട് ഒരു ഭാര്യയെ അടിക്കുകയും ഇടിക്കുകയും വഴക്ക് പറയുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താവിന് ആ ജന്മാന്ത്യത്തിൽ എന്തുണ്ടാകുന്നു? അവൻ്റെ മനസ്സിൽ അവൻ്റെ ദുർവാസനകൾ നിമിത്തം അവന് ശപിക്കപ്പെട്ട ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അവന് വീണ്ടും വളരെ തരം താന്ന ഒരു യോനിയിൽ ജനിക്കേണ്ടി വരാനുള്ള ഇടവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജന്മങ്ങളും കർമ്മങ്ങളും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാളുടെ കർമ്മം എങ്ങനെയാണോ അതിനനുസൃതമായ ജന്മമാണ് ഒരാൾക്കുണ്ടാകുന്നത്. അവൻ്റെ ഈ വർത്തമാനകാല ജന്മത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങളിലൂടെ അവൻ അഭിശപ്തനായിട്ട് തീരുകയും അതിലൂടെ അവൻ ചിലപ്പോൾ ദുരന്തപൂർണമായ ഒരു ഗർഭപാത്രത്തിലേക്ക് മാറാൻ അവനിടവരുകയും അതിലൂടെ വരും കാലങ്ങളിൽ വരും ജന്മത്തിൽ ഈ ക്ലേശങ്ങളെല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അവൻ ശപിക്കപ്പെട്ടവനായിട്ട് മാറുന്നു എന്ന് പറയുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഗുരു ശാപഭാഷ ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഭർത്താക്കന്മാര് ഭാര്യമാരെ മർദ്ദിക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് ഇതിലൂടെ ഗുരു ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തനിക്ക് ഇതിലും കൊടിയ ദുരന്തമാണ് ഇനി വരാനിരിക്കുന്നതെന്നുള്ള ഓർമ്മ നിമിത്തം ഭാര്യമാരോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ അവർ സന്നദ്ധമാകണം. അതിനുമാണ് ഇത്രയും ശാപഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്.